Hi all, the real civil engineering മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ടോപ്പിക് എന്താണ് സൈറ്റ് പ്ലാൻ, എന്താണ് കീ പ്ലാൻ എന്നാണ്. ഒരുപക്ഷെ ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്, എങ്ങനെയാണ് സാറേ പെർമിഷൻ ഡ്രോയിങ് വരയ്ക്കുക. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തുകളിലേക്കൊക്കെ നമ്മൾ പെർമിറ്റിന് വേണ്ടിയിട്ട് പ്ലാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഒരൊറ്റ വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോകാഡ് എന്നൊരു സോഫ്റ്റ്വെയർ പഠിച്ചു വരുന്നു. ഇനി നമുക്ക് അതിന്റെ ഓരോരോ സെക്ഷൻ, എങ്ങനെയാണ് സൈറ്റ് പ്ലാൻ, എങ്ങനെയാണ് കീ പ്ലാൻ, എങ്ങനെയാണ് എലിവേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, ആവശ്യമുള്ളവരിലേക്ക് ഈ ചാനലിലെ ഡീറ്റെയിൽസ് എത്തിക്കുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് കീ പ്ലാൻ, എന്താണ് സൈറ്റ് പ്ലാൻ? ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ കീ പ്ലാനെ പറ്റി പറയാം. വളരെ സിമ്പിൾ ആണ്. കീ പ്ലാന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മൾ വർക്ക് നടക്കുന്ന പ്ലോട്ടിലേക്ക് പരസഹായം കൂടാതെ നമുക്ക് എത്തിച്ചേരാൻ ഉതകുന്ന രീതിയിൽ നമ്മൾ വരച്ചെടുക്കുന്ന ഒരു പ്ലാൻ പോലെ വരച്ചെടുക്കുന്ന ഒന്നാണ് മാപ്പാണ് എന്ത് കീ പ്ലാൻ എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ കല്യാണം നടക്കുമ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഡീറ്റെയിൽസ് വയ്ക്കും അല്ലെ, അത് തന്നെയാണ് ഇവിടെ കീ പ്ലാൻ എന്ന് പറയുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ കീ പ്ലാൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ സിമ്പിൾ ആക്കി പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മുടെ സൈറ്റ് നമ്മൾ വൃത്തിയായിട്ട് അതിൽ വെക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള റോഡുകൾ മാർക്ക് ചെയ്യുന്നു. ആ റോഡ് എങ്ങോട്ടൊക്കെയാണ് എത്തിച്ചേരുന്നത് എന്ന് മാർക്ക് ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മൾ പ്ലോട്ട് ഇവിടെയാണെങ്കിൽ പ്ലോട്ടിന്റെ ലെഫ്റ്റ് റൈറ്റ് റോഡ് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ ടു ഇന്ന സ്ഥലം രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസുകൾ അതിന്റെ അടുത്തുണ്ടായിരിക്കും. മോസ്ക്, ടെമ്പിൾ, അല്ലെങ്കിൽ എന്താ പറയുക, ചർച്ചുകൾ, അല്ലെങ്കിൽ ബാങ്ക്, എന്തെങ്കിലും സ്കൂൾസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഫെമിലിയർ ആയിട്ട് പ്ലേസുകൾ. അതൊന്നും അവിടെ നിന്ന് മാർക്ക് ചെയ്ത് അവിടുന്ന് എത്ര ദൂരമാണെന്ന് നമുക്ക് റഫായിട്ട് എഴുതി വെച്ച് നന്നായിരുന്നു. അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും പ്ലേസുകൾ, സ്ഥലപ്പേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യുക. അപ്പോൾ ഒരാൾക്ക്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കായി ഇൻസ്പെക്ഷൻ വരുന്ന ഒരാൾക്ക് ഓണറിന്റെ സഹായം കൂടാതെ തന്നെ എത്തിച്ചേരാൻ ആ സൈറ്റിലേക്ക് സാധിക്കും. അതിനാണ് നമ്മൾ കീ പ്ലാൻ വെക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കീ പ്ലാൻ നമ്മൾ സ്കെയിലൊന്നല്ല വെക്കാറ്, റാൻഡമായിട്ട് സ്കെയിലിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോട്ടിങ് സ്കെയിലായിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം. സ്കെയിലിൽ വെച്ചാൽ നല്ലത്. സ്കെയിലിൽ വെക്കാൻ നമുക്ക് സാധിക്കില്ല, അതുകൊണ്ടാണ് നോട്ടിങ് സ്കെയിലിൽ നമുക്ക് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞത്. ഒരു കാര്യം പലരും വിട്ടു പോകാറുണ്ട്, കീ പ്ലാൻ വരയ്ക്കുമ്പോൾ നോർത്ത് ഡയറക്ഷൻ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എങ്ങനെയാണ് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഒന്നും നിങ്ങൾ വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഡയറക്ഷൻ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീട്ടിൽ എങ്ങോട്ടാണ് വീട് ഫേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നോർത്ത് എങ്ങോട്ടാണ്, വടക്ക് എങ്ങോട്ടാണ്, കിഴക്ക് എങ്ങോട്ടാണ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. പണ്ടത്തെ ആളുകളോട് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാ വടക്കോട്ട് തിരിഞ്ഞ് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള പ്രയോഗമല്ല, വടക്കുന്ന് ഇത്ര മാറി, അങ്ങനെയൊക്കെ പറയാറ്. പക്ഷെ ഇപ്പോഴത്തെ ആളുകൾ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഒരു സൈറ്റിലേക്ക് നമ്മൾ വലിയൊരു എഞ്ചിനീയർ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കിഴക്ക് വടക്ക് ഡയറക്ഷനെ പറ്റിയൊക്കെ നിങ്ങൾ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ കീ പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് വേണം, എവിടെയാണ് നോർത്ത് എങ്കിൽ അതോടെ മാർക്ക് ചെയ്ത് നമ്മുടെ ഏറോ മാർക്ക് ഇട്ട് വെക്കണം എന്നർത്ഥം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കീ പ്ലാനിൽ ശ്രദ്ധിക്കേണ്ടതുള്ള. കൂടുതലായിട്ട് ഒന്നും അവിടെ പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ പ്ലോട്ട് എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിന്റെ ആ ഒരു ആകൃതിയിൽ നമ്മൾ കാര്യം വരയ്ക്കുന്നു. അതിന്റെ റോഡുകൾ, ഫ്രണ്ടിലുള്ള റോഡുകൾ മാർക്ക് ചെയ്യണം. ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് റോഡെന്ന് മാർക്ക് ചെയ്യണം, ഏറോ മാർക്കിട്ട് മാർക്ക് ചെയ്യണം. ഏതെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസുകളൊക്കെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനെ നോട്ടിംഗ് സ്കെയിലാക്കിയിട്ട് നമ്മൾ, അതായത് സ്കെയിലല്ല, പ്രത്യേകിച്ച് സ്കെയിലൊന്നും വേണമെന്ന് നിർബന്ധമില്ല, നമ്മൾ നോർത്ത് ഡയറക്ഷൻ കോർണറിൽ മാർക്ക് ചെയ്യണം. അത് നമ്മുടെ പെർമിഷൻ ഡ്രോയിങ്ങിന് പാർട്ടാക്കി എടുത്തു വെക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സൈറ്റ് പ്ലാൻ എന്താണെന്ന് നോക്കാം. സൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതാണ് സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു ഇൻസ്പെക്ഷൻ വരുന്ന ഒരാളെ ഏറ്റവും കൂടുതൽ അത് നോക്കുക ഈ പറയുന്ന സൈറ്റ് പ്ലാൻ ആയിരിക്കും. കാരണം നമ്മുടെ ബിൽഡിംഗ് റൂൾ മൊത്തം അതിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാണ് ചുരുക്കം. അപ്പോൾ സൈറ്റ് പ്ലാനിൽ ഉണ്ടായിരിക്കും നമ്മുടെ പ്ലോട്ടിന്റെ അളവുകൾ ഭംഗിയായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 4 അതിര് 5 അതിരൊക്കെ ഉണ്ടെങ്കിൽ ആ അതിരുകളൊക്കെ എത്ര മീറ്റർ ആണെന്നുള്ള വൃത്തിയായിട്ട് നമ്മൾ അതിന്റെ സൈഡുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു കാര്യം അത് എഴുതുമ്പോൾ തന്നെ പ്രത്യേകം ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ്, നമ്മൾ അളവുകൾ എഴുതുമ്പോൾ ഒരു സൈറ്റിൽ ചെന്നാൽ ഓണർ കാണിച്ചിരുന്ന ബൗണ്ടറീസ് ആണ് നമ്മൾ നോട്ട് ചെയ്തിട്ട് അളക്കുന്നത് അല്ലെ. പലപ്പോഴും അതുമായിട്ട് ആധാരമായിട്ട് ഡിഫറൻസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ലീഗലായിട്ട് കാര്യങ്ങളും ആദ്യം അറിഞ്ഞിരിക്കണം. ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ, ലാൻഡ് എന്ന് പറയുമ്പോൾ, അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് വില്ലേജിലാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്തിന് എന്തുണ്ടാവും, നമ്മൾ ലാൻഡ് ടാക്സ് അടയ്ക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ്, കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും, ആധാരം ഉണ്ടായിരിക്കും. പുതിയ ആധാരങ്ങളിലൊക്കെ നമ്മൾ എന്തുണ്ട്, ഈ പറയുന്ന പർട്ടിക്കുലറായിട്ടുള്ള എല്ലാ ബൗണ്ടറി ഡയമെൻഷൻസും ഇപ്പോൾ എഴുതാറുണ്ട്. പണ്ട് മുതൽ ഒരുപാട് പഴക്കമുള്ള ആധാരങ്ങൾ ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ പുതിയ ആധാരങ്ങളൊക്കെ എന്തുണ്ടായിരിക്കും, ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എവിടെയാണ് ഡയമെൻഷൻസ്, ആധാരം എടുത്താൽ ബാക്ക് സൈഡിൽ പട്ടിക കാണാൻ സാധിക്കും.
ആ പട്ടികയിൽ ഈ പറയുന്ന സെന്റ്, അത് ഈ പറയുന്ന പ്ലോട്ട് എത്ര സെന്റാണ് അല്ലെങ്കിൽ എത്ര ആറാണെന്നുള്ള ഡയമെൻഷൻ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടുന്ന് എത്ര മാറി കിഴക്കുന്ന എത്ര മാറി അങ്ങനെ ഡയമെൻഷൻസും അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം അളക്കാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ ഡോക്യുമെന്റ് മേടിക്കുക. ഡോക്യുമെന്റ് ബാക്ക് സൈഡ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ധാരണയിൽ കൂടെ നമ്മൾ അളന്ന് നോക്കുക. ഒരു പക്ഷേ അത് ചെക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആധാരമായിട്ട് ഒത്തു നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ലാൻഡ് ടാക്സ്, അതുപോലെ തന്നെ പൊസഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സ്ഥലത്തിനും നികുതി അടയ്ക്കുന്നതാണ്. അപ്പോൾ നികുതിയൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലെ ഓണേഴ്സിന്റെ പേരൊക്കെ കറക്റ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പൊസഷൻ, കൈവശ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. പല ആവശ്യങ്ങൾക്കാണ് കൈവശ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നമ്മളൊരു ലോൺ എടുക്കുന്നുണ്ട് സ്ഥലം വെച്ചിട്ട്, അപ്പോൾ ബാങ്കിലേക്ക്, അതുപോലെ തന്നെ KSEBിലേക്ക്, ഇലക്ട്രിസിറ്റി കണക്ഷന് KSEBിലേക്ക്, അല്ലെങ്കിൽ പ്ലാൻ കൊടുക്കാനായിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക്, ഇങ്ങനെ ഓരോ പർപ്പസിനാണ് നമ്മൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുക. നമുക്ക് എത്ര വേണമെങ്കിലും അപ്ലൈ ചെയ്താൽ കിട്ടും. നമുക്ക് വില്ലേജിൽ പോയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 50 രൂപയാണ് ചിലവുള്ള. നമുക്ക് ഒരു ആഴ്ചക്കകം നമുക്കത് ഈ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ അവർക്ക് വന്ന് നമുക്ക് പ്രിന്റ് അടിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പൊസഷൻ എപ്പോഴും കോപ്പി അല്ല യൂസ് ചെയ്യുക, ഒറിജിനലാണ് നമ്മൾ പർപ്പസുകൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ആവശ്യത്തിന് എടുത്താൽ അടുത്ത ആവശ്യത്തിന് അത് എടുത്തു വയ്ക്കുകയല്ല വേണ്ടത്. ഓരോ ആവശ്യം വരുമ്പോൾ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. പൊസഷൻ സർട്ടിഫിക്കറ്റ് 6 മാസമാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷമുള്ള വാലിഡിറ്റി. അതിനുള്ളിൽ ഉപയോഗിക്കണം. കാലാവധി കഴിഞ്ഞാൽ നമ്മൾ പുതിയത് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്ത് എടുത്തു വയ്ക്കണം. ഓക്കെ, ഇതെന്ന് കരുതി മുന്നേ എടുത്തു വെക്കണമെന്നില്ല. ആവശ്യം വരുമ്പോൾ ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് എന്താ പൊസഷൻ സർട്ടിഫിക്കറ്റ്. ഇനി അപ്പോൾ നമ്മൾ ടാക്സ്, ലാൻഡ് ടാക്സും പൊസഷൻ സർട്ടിഫിക്കറ്റും ആധാരം എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഓണേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ മിസ്മാച്ചിങ് അറിയാൻ സാധിക്കും. അതിന്റെ ഈ പറയുന്ന ഓരോ പ്ലോട്ടിന് എന്തുണ്ടായിരിക്കും, സർവേ നമ്പർ ഉണ്ടായിരിക്കും, ഡിവിഷൻ നമ്പർ ഉണ്ടായിരിക്കും. അത് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഈ മൂന്നിലും ഒന്ന് തന്നെയായിരിക്കും. ഇനി എത്ര സെന്റാന്ന് ചിലപ്പോൾ മുതലാളി പറയുന്നതായിരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ അതൊന്ന് ഇത് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. എത്ര സെന്റാന്നാലും എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര ആറോ അല്ലെങ്കിൽ M സ്ക്വയറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ 3 കാര്യം ഡോക്യുമെന്റ് ചെക്ക് ചെയ്ത് നന്നായിരുന്നു. ഇനി ഒരു കാര്യം കൂടി നോക്കിയാൽ നല്ലതാണ്. എന്താണ് അതിന്റെ ഘടന എന്താണ്, നമ്മുടെ സ്ഥലത്തിന്റെ ഘടന എന്താണെന്ന്. പലപ്പോഴും ആധാരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പലപ്പോഴും പണ്ടത്തെ ആളുകൾ കുറെ പേര് പെട്ടുപോയവരുണ്ട്. അതായത് നഞ്ച പുഞ്ച അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ്, അതായത് തണ്ണീർത്തട സംരക്ഷണ നിയമം വന്നപ്പോൾ അതിൽ പെട്ടതായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ അറിയാതെ, അതായത് കാണുമ്പോൾ പറമ്പാണ്, പക്ഷേ പണ്ട് വില്ലേജ് രേഖകളിൽ, കൃഷി രേഖകളിലൊക്കെ അത് നിലമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പലരും മേടിച്ചിട്ട് പെട്ടുകിടക്കുന്നവരുണ്ട്. വീടിനോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബില്ലുകളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ റൂൾ ഉള്ളതുകൊണ്ട് നമുക്ക് വിചാരിച്ച രീതിയിലുള്ള സ്ക്വയർ ഫീറ്റിലൊന്നും വീട് പണിയാൻ സാധിക്കാറില്ല. അപ്പോൾ നമുക്ക് ഈ പൊസഷനൊക്കെ എടുക്കുമ്പോൾ അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നന്നായിരുന്നു. അതിന്റെ പൊസഷന്റെ ഏത് തരമാണെന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. തോട്ടം അല്ലെങ്കിൽ നഞ്ച പുഞ്ച, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ നിലം എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. തോട്ടമൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. നിലമൊക്കെ ആണെങ്കിൽ അതിൽ കൺസ്ട്രക്ഷൻ ബുദ്ധിമുട്ടാണ്. പല റെസ്ട്രിക്ഷൻസും അതിലുണ്ട്. നമുക്ക് ഉപാധികളോടൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ഉപാധികൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് വേറെ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ലാൻഡ് ടാക്സ്, പൊസഷൻ, അതുപോലെ തന്നെ നമ്മുടെ ആധാരത്തിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പ്രത്യേകം ഇത്തരം 3 കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പ്ലോട്ടിലേക്ക് അടക്കാനായിട്ട്. അപ്പൊ നമ്മൾ പ്ലോട്ട് ബൗണ്ടറീസ് ഒക്കെ അളക്കുമ്പോൾ ഈ പറയുന്നത് വെച്ച് ക്രോസ് ചെയ്യാൻ നന്നായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി അതുപോലെ തന്നെ നമ്മൾ പ്ലോട്ട് അളക്കുമ്പോൾ തന്നെ തൊട്ട് നിയർ ബൈ ഉള്ള ആളുകൾ ആരൊക്കെയാണ് നമ്മൾ ചോദിച്ചറിഞ്ഞു വെച്ചാൽ നല്ലത്. ഉദാഹരണം നമ്മുടെ ആധാരത്തിൽ ഉണ്ടായിരിക്കും, ഞാൻ ഈ പറഞ്ഞ പട്ടികയുടെ അവിടെ തന്നെ കിഴക്ക് വടക്ക് ആരൊക്കെയാണ് നമ്മുടെ ആധാരത്തിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർ ചിലപ്പോൾ വിറ്റ് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് അറിയാൻ സാധിക്കും. ആരൊക്കെയാണ് ബൗണ്ടറീസ് ഷെയർ ചെയ്യണമെന്ന് നമുക്ക് ഒന്നെങ്കിൽ ഓണറോട് ചോദിക്കുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളോട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ആരാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ റോഡ് ഫ്രണ്ടിലൂടെ പോകുന്നുണ്ടെങ്കിൽ ആ റോഡ് എത്രയാണ് വിടുത്തെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. റോഡിന്റെ വിടുത്ത് പിടിച്ചിട്ട് അതും നമ്മുടെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ബൗണ്ടറി, അതായത് കോമ്പൗണ്ട് വാൾ, മതിലുകൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ് ഗേറ്റെങ്കിൽ അതും നമ്മൾ നോട്ട് ചെയ്ത് എടുത്ത് വെക്കുക. ആദ്യം തന്നെ നമ്മൾ പ്ലോട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എവിടെയാണ് നോർത്ത് ഡയറക്ഷൻ എന്ന് മാർക്ക് ചെയ്ത് വെക്കണം, പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കണം. നമുക്കറിയാം ഒരു പ്ലാനൊക്കെ വരയ്ക്കുമ്പോൾ ഇപ്പം എല്ലാവരും വാസ്തു ഒക്കെ നോക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് വാസ്തുവിൽ വരച്ചില്ലെങ്കിലും ഇപ്പോൾ കിച്ചന്റെ സാധനം, അതുപോലെ കന്നിമൂല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് എവിടെയാണ് നോർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ അനുസരിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്ലാൻ വരയ്ക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം നോർത്ത് ഡയറക്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുമല്ലോ. ഇനി നമുക്ക് ഒരു പ്ലോട്ടിൽ ചെല്ലുമ്പോൾ 2 കണ്ടീഷൻ നമുക്ക് ഉണ്ടാകുക. ഒന്ന് നമ്മൾ പ്ലെയിൻ, അതായത് ഒന്നുമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള പ്ലോട്ടായിരിക്കാം. അല്ലെങ്കിൽ അതിനുള്ളിൽ എക്സിസ്റ്റിംഗ് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് പൊളിച്ച് കളയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ബിൽഡിംഗ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഒന്നുമില്ലാത്തൊരു പ്ലോട്ട് ചെയ്യുന്നാലും നമുക്ക് സിമ്പിൾ ആണ്. നമ്മൾ 4 ബൗണ്ടറി അല്ല 5 ബൗണ്ടറി എങ്ങനെയാണ് ചില ഷേപ്പ് പ്രകാരം നമ്മൾ പിടിക്കുന്നു, ടാപ്പ് കൊണ്ട് പിടിക്കുന്നു. ദെൻ പറ്റുമെങ്കിൽ അതിന്റെ ഡയഗണൽസ് പിടിക്കുന്നു. പറ്റുമെങ്കിലല്ല, എന്തായാലും പിടിച്ചിരിക്കണം. കാരണം
നമ്മളൊരു സൈറ്റിളക്കാൻ പോകുമ്പോൾ നമ്മുടെ ആകെ ഉണ്ടാകുക എന്തുമാത്രം ടാപ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി അതിപ്പോൾ ഒരു 30-40-50 മീറ്ററിന്റെ ഒക്കെ ടാപ്പ് കയ്യിൽ കൊണ്ടുവന്ന് നന്നായിരുന്നു. ഡയഗ്നൽസ് ഒക്കെ പിടിക്കുമ്പോൾ ഒരുപാട് ലെങ്ത് വരും. ഇനി അല്ല ഡിജിറ്റൽ ആയിട്ടുള്ള എന്ന് പറയുക EMD പോലുള്ള ഡിജിറ്റൽ മീറ്ററോ അല്ലെങ്കിൽ വല്ല ടോട്ടൽ സ്റ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. ടോട്ടൽ സ്റ്റേഷൻ സർവേക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി നല്ലത്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡയഗണൽസ് നമ്മൾ പിടിച്ചു പോകണം. എന്തിനാണ് ഡയഗണൽസ്? കാണുമ്പോൾ സ്ക്വയർ ആയിട്ട് തോന്നും അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആയിട്ട് തോന്നുമെങ്കിലും അതിന് ചെരിവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും പർട്ടിക്കുലർ ആയിട്ട് കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ 4 ബൗണ്ടറി പിടിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ അതിന്റെ ഡയഗണൽസും പിടിക്കുന്നത്. ഒരു ക്രോസ് ചെക്കിങ് നമുക്ക് സാധിക്കും. സപ്പോസ് അതിനുള്ളിൽ എന്തുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക, എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉണ്ടായിരിക്കാം എന്നാണ് കണ്ടീഷനെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ ഔട്ടർ ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക? ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് പിടിക്കുക. നമ്മൾ വീട്ടിൽ ചെന്ന് AutoCAD നമ്മൾ അത് ആദ്യം വരയ്ക്കണം. ഓക്കെ, ഇനി നമ്മൾ സൈറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് നമ്മൾ ഔട്ടർ ബൗണ്ടറി ഒക്കെ കറക്റ്റ് ഔട്ടർ വാൾസിലൂടെ നമ്മൾ അളവുകൾ പിടിച്ച് നമ്മൾ വരച്ചു വെക്കാം. അപ്പോൾ നമുക്ക് AutoCAD വരയ്ക്കാൻ സാധിക്കുന്ന അറിയാം അല്ലെ. ഇനി നമ്മൾ എന്ത് വേണ്ട വെച്ചാൽ നമ്മൾ സൈറ്റിൽ ചെയ്യേണ്ടത് അതുമൊന്ന് ഓഫ്സെറ്റുകൾ എടുക്കുക. ഓഫ്സെറ്റുകൾ വെച്ചാൽ നമ്മൾ നമ്മുടെ കോർണർ, നമ്മുടെ പ്ലോട്ടും നമ്മുടെ വീട് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബൗണ്ടറി, നമ്മുടെ കോമ്പൗണ്ട് വാൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ അതുമൊന്ന് കോർണറിലേക്കും സൈഡുകളിലേക്കും ഒക്കെ നമ്മൾ എന്ത് ഓഫ്സെറ്റുകൾ എടുക്കുക. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്ലോട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷനാണ് നമുക്ക് വരിക. പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്ന മിനിമം 2 റഫറൻസ് ഡയമെൻഷൻസ് എങ്കിലും വേണം. അതാണ് സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ഉദാഹരണം പറയുന്നത്, പണ്ട് നമ്മൾ കോമ്പസ് കൊണ്ട് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാറുണ്ട് അല്ലെ. എവിടെയാണ്, ബി ഇവിടെയാണെങ്കിൽ സി മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 2 ആർക്ക് വരയ്ക്കണം അല്ലെ. എയിൽ നിന്ന് ബിയിൽ നിന്ന് 2 ഡയമെൻഷൻസ് വരച്ച് അത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എന്ത്? സി. അതേ പ്രിൻസിപ്പിളാണ് നമ്മൾ ഒരു പോയിന്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, നമുക്ക് ഒരു കോർണർ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വീടിന്റെ ഏതെങ്കിലും 2 കോർണറിൽ നമ്മൾ ഡയമെൻഷൻ പിടിച്ചിട്ട് വേണം അവിടെ നമ്മൾ സ്പോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എനിക്കൊക്കെ ആദ്യ കാലങ്ങളിൽ ഒരുപാട് സൈറ്റ് അളന്നു വന്നിട്ട് പിന്നീട് പോകുന്ന സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യണമെങ്കിൽ 2 റെഫറൻസ് പോയിന്റ് വേണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മൈൻഡിൽ സർവേ ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതിൽ നിന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ സർവേയിങ് അവസാനിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് സർവേ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സൈറ്റ് പ്ലാൻ വരയ്ക്കും. നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ട് നമ്മൾ വരച്ചു, അതിന്റെ കോമ്പൗണ്ടുകളൊക്കെ മാർക്ക് ചെയ്തു, ഗേറ്റ് ഒക്കെ എവിടെയാണ് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് എന്താണെങ്കിൽ അതിന്റെ ഔട്ടർ ഡയമെൻഷൻ നമ്മൾ പ്ലാൻ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വെക്കുന്നു. വെക്കുമ്പോൾ അറിയാം ഫ്രണ്ട് എത്ര വിടണം, ബാക്കിൽ നിന്ന് എത്ര വിടണം, റിയർ 2 സൈഡിൽ നിന്ന് എത്ര വിടണം എന്നൊക്കെ റൂളുകളുണ്ട്. അപ്പോൾ ആ റൂൾ പ്രകാരം ആവണം. അതിന്റെ ലിമിറ്റിലുണ്ടെങ്കിൽ എന്തെങ്കിലും സൈഡുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കൺസെന്റ് വെക്കേണ്ട കാര്യങ്ങളുണ്ട്. കൺസെന്റ് വെച്ചാൽ അതിനോട് ചേർത്ത് പണിയുന്നുണ്ടെങ്കിൽ അതർ ആളുകളുടെ കൺസെന്റ് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കൺസെന്റിന്റെ കാര്യം നമ്മൾ സൈറ്റ് പ്ലാനിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വേണ്ട കാര്യങ്ങളാണ് സൈറ്റ് പ്ലാനിൽ സെപ്റ്റി ടാങ്ക്, സോക്ക് പിറ്റ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് RWH എന്ന് പറയും, മഴവെള്ള സംഭരണികൾ, അതുപോലെ തന്നെ സൺലൈറ്റ് പിറ്റുകൾ, ഇങ്ങനത്തെ പിറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സൈറ്റ് പ്ലാനിൽ വ്യക്തമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. കാരണം അതൊക്കെ ബൗണ്ടറിയിൽ നിന്ന് ഇത്ര ഡയമെൻഷൻസ് മാറിയിട്ട് വേണം നമ്മുടെ റൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുക നമ്മൾ എവിടെയാണ് ഈ പറയുന്ന നമ്മുടെ ഈ സൈറ്റ് പ്ലാനിലായിരിക്കും. അതുപോലെ തന്നെ കിണർ, എക്സിസ്റ്റിംഗ് വെൽ അല്ലെങ്കിൽ പ്രപ്പോസൽ വെൽ ഉണ്ടെങ്കിൽ നമ്മുടെ സെപ്റ്റി ടാങ്കിന്റെ സോക്ക് പിറ്റിന്റെ 7.5 മീറ്റർ ഡിസ്റ്റൻസ് വേണം. അപ്പോൾ അത് നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യുക? ഈ പറയുന്ന സൈറ്റ് പ്ലാനിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക റൂളുകളും ചെക്ക് ചെയ്യുക എവിടെയാണ്? ഈ പറയുന്ന സൈറ്റ് പ്ലാനിലാണ് അർത്ഥം. ഇനി മോഡേൺ ആയിട്ടുള്ള പുതിയ വലിയ ഡ്രോയിങ് ഒക്കെ ആണെങ്കിൽ കാർ പാർക്കിംഗ് ആവശ്യമാണ്. അപ്പോൾ 1-2 കാർ പാർക്കിംഗ് ഉള്ളെങ്കിൽ നമുക്ക് സൈറ്റ് പ്ലാനിൽ തന്നെ എന്ത് കാർ പാർക്കിംഗ് കാണിക്കാം. ഇനി അല്ല കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് കാർ പാർക്കിംഗ് സെപ്പറേറ്റ് ലൈഔട്ട് ആയിട്ട് കാണിക്കേണ്ടി വരും. അതുപോലെ ലോഡിംഗ് അൺലോഡിംഗ് ഏരിയ, അങ്ങനെ നമ്മൾ റൂളിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സൈറ്റ് പ്ലാൻ തന്നെ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക. അത് ഒരുപാട് ഉൾപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാവാത്ത രീതിയിലാവാൻ പാടില്ല. അതുകൊണ്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ പുതിയ 2019 റൂൾ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇലക്ട്രിസിറ്റി പോസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ടെമ്പററി പെർമനന്റ് കണക്ഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിൽ ആ പോസ്റ്റ് നമ്പർ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് പോസ്റ്റ് അതോടെ മാർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ പോസ്റ്റ് നമ്പർ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലൈൻ ക്രോസ് ചെയ്ത് എങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ ലൈന് നമ്മൾ കറക്റ്റ് അളവ് കാണിക്കണം. അത് നമ്മൾ ഇത്ര മാറിയിട്ടാണ് നമ്മൾ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് വരാൻ പാടുള്ളൂ എന്നുള്ള റൂളൊക്കെ കൊണ്ട് എക്സിസ്റ്റിംഗ് ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് അതിന്റെ പോസ്റ്റ് നമ്പറും എഴുതി വെക്കേണ്ടതാണ് പ്ലാനിൽ. ഓക്കെ, ഇനി നമ്മൾ സൈറ്റ് പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു കളർ കോഡ് ഉണ്ട് അല്ലെ. 2019 റൂളിലെ വ്യക്തമായ ഒരു കളർ കോഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എന്താണ് കളർ കോഡ് എന്നുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിലേക്കൊന്ന് പോയി നോക്കി വരാം. അപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോൾ ഇലക്ട്രിക്കൽ ലൈൻസ് ഒക്കെ പച്ച കളറിലായിരിക്കും കാണിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പ്രപ്പോസൽ ബില്ലിംഗ് റെഡ് കളറിലാണ് കാണിക്കുക. ടു ബി ഡിമോളിഷൻ ഒരു കളർ ഉണ്ട്. അതുപോലെ തന്നെ പ്ലോട്ടിന്റെ എൻഡുകൾ തിക്കായിട്ട് ബ്ലാക്ക് ലൈൻസ് ആണ്. അങ്ങനെ ഒരു കളർ കോഡിംഗ് സിസ്റ്റം ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കളർ കോഡിംഗ് സിസ്റ്റം നമ്മൾ ആഫ്റ്റർ പ്ലാൻ അല്ല കീ പ്ലാൻ സൈറ്റ് പ്ലാൻ ഒക്കെ വരച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് ആ ലെയർ സിസ്റ്റം വഴിയായിട്ട് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ,
അതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ സൈറ്റുകളെന്ന് വരുമ്പോൾ പ്രത്യേകം ഇത്തരം കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാം. ഞാൻ പണ്ട് ഇപ്പം എൻ്റെ ഫാദർ ഒരു സിവിൽ എഞ്ചിനീയർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ സൈറ്റുകളിലേക്ക് പോകുമ്പോൾ അളക്കാനൊക്കെ പോകുമ്പോൾ ഞാനും കൂടെ പോകുമ്പോൾ പ്രത്യേകം കണ്ടിട്ടുള്ള കാര്യമാണ്. കാര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല, അവിടുത്തെ കിണറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് എത്തിച്ചു നോക്കും. അപ്പോൾ ഞാനും പണ്ട് വിചാരിച്ചു എന്തിനാണ് ഇത്, എല്ലാവരും ഇങ്ങനെ ഒരു എഞ്ചിനീയർ സൈറ്റ് പോകുന്ന ഏറ്റവും കൂടുതൽ അങ്ങോട്ടൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഞാനും ഒന്ന് എത്തിച്ചു നോക്കാറുണ്ട്. അപ്പോൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ വാട്ടർ ടേബിളിന്റെ ലെവല്, നമ്മുടെ ആ ഗ്രൗണ്ടിലെ വാട്ടർ ടേബിളിന്റെ ലെവൽ അറിയാൻ ഈ പറയുന്ന കിണറ്റിലേക്ക് എത്തിച്ചു നോക്കുന്നത് വെറുതെ ഒന്നും അറിയാൻ സാധിക്കും. ഇതൊന്നും ഫൈനൽ കാര്യങ്ങളല്ല, എന്നാലും റഫ് ഒരു ഐഡിയ കിട്ടും അവിടുത്തെ വെള്ളത്തിന്റെ പ്രസൻസ്. ഏത് സീസണിലാണ് പോണ ആ സീസണിനനുസരിച്ച് വെള്ളത്തിന്റെ പ്രസൻസ് അറിഞ്ഞാൽ അവിടുത്തെ വാട്ടർ ടേബിളിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. വെള്ളത്തിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉള്ള സ്ഥലങ്ങളാണോ, അതൊക്കെ നമ്മുടെ കൺസ്ട്രക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുന്നതിനൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് നമ്മൾ നോക്കി പോരുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സൈറ്റിൽ വരെ പഠിച്ചിട്ട് വേണം നമ്മൾ സൈറ്റിൽ നിന്ന് നമ്മൾ റിട്ടേൺ പോരാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതൊക്കെയാണ് നമ്മൾ സൈറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഞാനൊന്ന് റഫാക്കി പറയുകയാണെങ്കിൽ ഒരു സൈറ്റ് പ്ലാനിൽ എക്സിസ്റ്റിംഗ് കോമ്പൗണ്ട് വാൾ വേണം, ഗേറ്റ് കാര്യങ്ങൾ, അത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. റോഡിന്റെ വിഡ്ത്ത്, റോഡ് മാർക്ക് ചെയ്യണം, റോഡിന്റെ ഡയറക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ വേണ്ടത് എന്താ, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മോട്ടോർ ഷെഡോ സെക്യൂരിറ്റി ക്യാബിനോ അല്ലെങ്കിൽ ഫയർ ഫുഡ് സ്റ്റേഷനോ, അല്ലെങ്കിൽ സ്റ്റേഷനല്ല നമ്മുടെ ഫയർ ഫുഡ് ഷെഡ്, അല്ലെങ്കിൽ നമ്മൾ വെറുകുപര എന്നൊക്കെ പറയാം അല്ലെ, അതൊക്കെ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ കിണർ, അതുപോലെ തന്നെ എന്താ പറയാ എന്തെങ്കിലും പിറ്റുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി ഡിമോളിഷ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അതോടെ എടുത്ത് നമ്മൾ ടു ബി ഡിമോളിഷ്ഡ് എഴുതി വെക്കണം. മോറോ നമ്മൾ ആ പറയുന്ന സൈറ്റ് പ്ലാനിൽ നമ്മൾ എത്രാമത്തെ സർവേ നമ്പർ ആണെങ്കിൽ പ്ലോട്ടിൽ സൈഡിൽ എഴുതി വെക്കാം, ഇത്രാം സർവേ നമ്പറിൽ പെട്ട ഭൂമിന്ന്. ഓക്കെ, ഇനി സൈറ്റ് പ്ലാനിന്റെ ചുറ്റൂർ നമ്മൾ എന്ത് വേണം, അതിന്റെ വോൾ, അതിന്റെ ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യണം. അതിന് കൂടെ തന്നെ ആരൊക്കെയാണ് ബൗണ്ടറി ഷെയർ ചെയ്യണത് നമ്മളും പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലൂടെ പോകുന്ന സർവീസ് ലൈൻസ് ഒക്കെ നമ്മൾ പ്രൈമറിൽ വെക്കുക, നമ്മൾ KCBയുടെ ഇലക്ട്രിക്കൽ ലൈൻ മാത്രമാണ് വെക്കുക. ചിലരൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആക്കി വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ സീവർ ലൈൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലൈൻസ് സർവീസുകൾ റോഡിലൂടെ പോകുന്നുണ്ട്, അതും മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇനി കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള ഓട്ടോ സ്റ്റേഷനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അവിടെയുള്ള തെങ്ങും മാവും എല്ലാതും അതിൽ പ്ലോട്ട് ചെയ്യാറുണ്ട്. നമുക്കതിന്റെ അത്ര ആവശ്യമില്ല, എന്നാലും ഒരുപാട് വലിയ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ അത് ഉൾപ്പെടുത്താറുണ്ട്. ഇനി ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതിനൊക്കെ ഒരു സ്കെയിൽ ഉണ്ട്. ഇത് സൈറ്റ് പ്ലാൻ വരയ്ക്കും. ഞാൻ പറഞ്ഞു കീ പ്ലാനിനെ പ്രത്യേകിച്ച് സ്കെയിലൊന്നും ആവശ്യമില്ല, പക്ഷേ സൈറ്റ് പ്ലാനിൽ നമുക്ക് സ്കെയിലിംഗ് നമ്മൾ മാക്സിമം കണ്ടീഷൻ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്ലാനൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ പേപ്പറിൽ വയ്ക്കും 1:100 നമ്മൾ വെക്കുക. അത് നമുക്ക് നിയമമാണ്, 1:100 വെക്കാമെന്നുള്ള നിയമമുണ്ട്. അതായത് നമുക്ക് ഈ പറയുന്ന സൈറ്റ് പ്ലാൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് സ്കെയിൽ ഡൗൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് 1:200 1:300 അല്ലെങ്കിൽ 1:400 വയ്ക്കാം. പക്ഷെ അതിൽ കൂടുതലുള്ള സ്കെയിൽസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. 1:500 നമ്മൾ പോകാൻ പാടില്ല. കാരണം അത് 400 വരെ ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. അതിനും കൂടി കഴിഞ്ഞാൽ നമുക്ക് വളരെ കുഞ്ഞിതായിട്ടുള്ള സൈറ്റ് പ്ലാൻ ആണ്, വ്യക്തമായി നമുക്ക് വിസിബിലിറ്റി പാടില്ല. ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സൈറ്റ് പ്ലാൻ വരയ്ക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത്. മാക്സിമം കാര്യങ്ങൾ ഷോർട്ട് ടൈമിൽ കൺവേ ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൈറ്റ് പ്ലാൻ ഒക്കെ വരയ്ക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റുകൾ, ഞാൻ പലപ്പോഴും പല വീഡിയോസ് നമ്മുടെ പിക്സ് അയച്ചു വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, പല ഫോണ്ട് സൈസ് അല്ലെങ്കിൽ ഫോണ്ട് കളർ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യരുത്. ഒരു യൂണിഫോമിറ്റി വേണം എപ്പോഴും അല്ലെ. അപ്പൊ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഡയമെൻഷൻ ലൈൻസ് ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന ഡയമെൻഷൻസ് എന്തെങ്കിലും ടെക്സ്റ്റുകൾ ആയിക്കോട്ടെ, എല്ലാവരും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ സാധിക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രിന്റ് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുമോ എന്നുള്ളത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് പെട്ടെന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതല്ല, 1-2 വട്ടം ചെയ്ത് തന്നെ നിങ്ങൾ അതിന്റെ പറ്റിയിട്ട് പഠിച്ചെടുക്കണം. ഇന്ന ഡയമെൻഷൻസിലായാലും കാണാൻ സാധിക്കുള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് പിന്നീട് ത്രൂ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതും നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഒരു സൈറ്റിൽ ചെന്നാൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് സൈറ്റ് പ്ലാനിലും കീ പ്ലാനിലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും ഒരു ഐഡിയ സൈറ്റ് പ്ലാനും കീ പ്ലാനും പറ്റി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഫർദർ വീഡിയോസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സ് താഴെ നമുക്ക് അത് ചാറ്റിലൂടെ ഇടാം. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോൺ വിളിച്ചെടുക്കാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ പേടിക്കേണ്ട, വാട്സപ്പിലൂടെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിന് ലിങ്ക് ഒക്കെ അതിലേക്ക് ഇടുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. താങ്ക് യു.